ഇന്ന് എക്സലിൽ പഠിക്കുന്നത് എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നുള്ളതാണ്. അത് സാധാരണ നമ്മൾ എക്സലിൽ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഇത് VBA ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇവിടെ ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യുന്ന 3 കോളം ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് സപ്ലയർ കോളം, ഒന്ന് ഡേറ്റ് കോളം, ഒന്ന് ഷിപ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള മൂന്നാമത്തെ ഒരു കോളം. അപ്പം രണ്ട് ഡേറ്റിൻ്റെ ഇടയിലും ഒരു ഷിപ്മെൻറ്റ് മെത്തേഡിനുമാണ് ഇവിടെ നമ്മളത് ഫിൽട്ടർ ചെയ്യുന്നത്. അത് നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പം ആ ഫിൽട്ടർ ചെയ്യുന്നത് ആ സെല്ലിൽ എന്താണോ എൻ്റർ ചെയ്യുന്നത്, അതായത് ഇവിടെ ഇപ്പോൾ ഷിപ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള സെല്ല് B4 അവിടെ എൻ്റർ ചെയ്യുന്ന എന്താണോ അതാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അതുപോലെ സപ്ലയറിൻ്റെത് G4 എന്നുള്ള സെല്ലിൽ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് അവിടെ ഫിൽട്ടർ ചെയ്യും. അത് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോയിട്ട് ആ സെല്ലിന് മാത്രം ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ടെക്സ്റ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഇതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൽ വാല്യൂ ഈക്വൽ ടു, അപ്പോൾ അവിടെ ഒരു ഡീഫോൾട്ടായിട്ട് ഒരു ടെക്സ്റ്റ് അവിടെ കൊടുക്കാം. അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കൊടുക്കാം. അതായത് ഫസ്റ്റ് നമ്മുടെ ഷിപ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതാണ്, അതിന് മോഡ് എന്ന് കൊടുത്ത് അവിടെ ഒരു ഡീഫോൾട്ട് ടെക്സ്റ്റ്. അപ്പോൾ മോഡ് എന്നുള്ള ആ ടെക്സ്റ്റ് ഉള്ള സമയത്ത് അവിടെ വരുന്ന ഫോണ്ടിൻ്റെ സ്റ്റൈല് ഒരു കളർ മാറ്റാം. നമുക്കവിടെ ഒരു ഗ്രേ കളർ കൊടുക്കാം. പ്ലസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നത് അവിടെ ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്പം മോഡ് എന്നുള്ള ടെക്സ്റ്റ് വരുമ്പോൾ ഈ കളറിലും ഈ ബാക്ക്ഗ്രൗണ്ട് കളറിലും ആയിരിക്കും ഇവിടെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ. നമ്മൾക്കിവിടെ എൻ്റർ ചെയ്ത് നോക്കാം മോഡ്. ഓക്കെ, അപ്പം ഫിൽട്ടർ ചെയ്യാത്ത സമയത്ത് അവിടെ ആ സെല്ലിൽ മോഡ് എന്നുള്ള വാല്യൂ ആയിരിക്കും. അതുപോലെ സപ്ലയർ ഞാൻ സെയിം സ്റ്റൈൽ ഓഫ് ടെക്സ്റ്റ് കോപ്പി ചെയ്ത് അതുപോലെ അവിടെ കൊടുത്തു. ഇവിടെ വേറൊരു എൻ്റർ ചെയ്യുന്നതാണെങ്കിൽ വേറൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ എന്ന് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ടെക്സ്റ്റിൻ്റെ കളർ മാറി. ആസ് യൂഷ്വൽ നോർമൽ ബ്ലാക്ക് കളറായി. മോഡാണെന്നും പഴയതുപോലെ തന്നെ. അപ്പം ഇവിടെ സപ്ലയർ എന്നുള്ള ആ സെല്ലിൽ സപ്ലയർ എന്നുള്ളത് ആ സെയിം ടെക്സ്റ്റ് ഞാൻ കൊടുത്തു. രണ്ട് ഡേറ്റ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ യൂസർക്ക് പെട്ടെന്ന് മനസ്സിലാവും എവിടെയാണ് ഫിൽട്ടർ ചെയ്യുന്നുള്ളത്. നമുക്ക് ഡെവലപ്പറിൽ പോയിട്ട് VBA കോഡ് കൊടുക്കാം. ആദ്യം നമ്മളൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ പഴയ വീഡിയോയിലുണ്ട് എങ്ങനെയാണ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ മാക്രോ ഫിൽ എന്നുള്ളൊരു മാക്രോ, അതിൽ നമ്മൾ എന്ത് ചെയ്ത് ആദ്യത്തെ ഒരു ടെക്സ്റ്റ് വേരിയബിൾ SH മോഡ് ആസ് സ്ട്രിങ് ഒരു ടെക്സ്റ്റ്, രണ്ടാമത് SH ആസ് സ്ട്രിങ് അതും ഒരു ടെക്സ്റ്റ്, പിന്നീട് 2 ഡേറ്റ് വേരിയബിൾ ET ഡേറ്റും STD ഡേറ്റും ENT ഡേറ്റും, പിന്നെ ഒരു LS എന്നുള്ളൊരു വേരിയബിൾ. ഇതിന് ശേഷം ഷീറ്റ് 1 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് ഷീറ്റ് 1. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുക, LS എന്നുള്ള വേരിയബിളിനെ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യുക. LS ഈസ് ഈക്വൽ ടു ഡോട്ട് റേഞ്ചോട് ഉദ്ദേശിക്കുന്നത് ഷീറ്റ് 1 ഡോട്ട് റേഞ്ച് A999 അതാണ് ലാസ്റ്റ് റോ. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക, ഇഷ്ടമുള്ള നമ്പർ അവിടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 99,000 കൊടുക്കുന്നതിന് അവർ നിങ്ങൾക്ക് ഒരു 10,000 കൊടുക്കാം. 99,000 കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ എൻ്റർ ചെയ്യുന്നത് അത്രയും പുതിയ ഡാറ്റാസ് എൻ്റർ ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് റോയിലേക്ക് വരും. രണ്ടാമതുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇഫ് റേഞ്ച് B4 ഡോട്ട് വാല്യൂ ഈസ് ഈക്വൽ ടു മോഡ് B4ൽ മോഡാണെങ്കിൽ B4 എന്നുള്ളത് നമ്മുടെ ഷിപ്മെൻറ്റ് മോഡാണ്. B4ൽ മോഡാണെങ്കിൽ ഷിപ്മെൻറ്റ് മോഡ് എന്നുള്ള വേരിയബിൾ എംപ്റ്റി ആയിരിക്കും. അവിടെ എംപ്റ്റി ആയിരിക്കും. SH മോഡ് എന്നുള്ള ആ വേരിയബിൾ അത് എംപ്റ്റി ആയിരിക്കും. അതല്ലെങ്കിൽ ആ വേരിയബിൾ എന്ത് ചെയ്യും, ആ B4ൽ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ അപ്പം രണ്ടാമത് G4ലും ഇതേ ഫോർമാറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അവിടെ സപ്ലയർ എന്നുള്ളതാണെങ്കിൽ ആ വേരിയബിൾ SU എന്നുള്ള വേരിയബിൾ എംപ്റ്റി ആയിരിക്കും. അതല്ലെങ്കിൽ ആ വേരിയബിളിൽ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് ആ സെല്ലിൽ എന്താണോ G4 എന്നുള്ള സെല്ലിൽ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് എവിടത്തേക്ക് പോകും, അത് നമ്മൾ SU എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സെയിം Q4ഉം R4ഉം. Q4ൽ സ്റ്റാർട്ട് ഡേറ്റ് ആണെങ്കിൽ ജസ്റ്റ് വേരിയബിൾ STDT എന്നുള്ള വേരിയബിൾ 1/1/2020, അതല്ലെങ്കിൽ എന്താണോ Q4ൽ എൻ്റർ ചെയ്തത് അത് STDT എന്നുള്ള ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. സെയിം തിങ് R4ലും അതിൽ തന്നെ. അതാണെങ്കിൽ എന്ത് ചെയ്യും, ലാസ്റ്റത്തെ 31/12/2020, അതല്ലെങ്കിൽ എന്താണോ ആ വേരിയബിളുള്ളത് അത് അതിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ റേഞ്ച് A5 to Z ആൻഡ് LS. A5 to Z എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് A5 തൊട്ടിട്ട്
A5 തൊട്ട് കോളം A5 തൊട്ടിട്ട് Z വരെയുള്ള കോളം സെലക്ട് ചെയ്യുക, പ്ലസ് LS എന്നുള്ള ലാസ്റ്റ് റോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു അവിടെ ഞാനൊരു ബ്ലാങ്ക് റോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ റോയിലൊന്നുമില്ല, A5 എന്നുള്ള റോയിൽ. അത് ഹെഡറായിട്ട് റോ ആയിട്ട് വരും അവിടെ. നേരെ മറിച്ച് അവിടെ ഹെഡർ റോ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ A6 കൊടുക്കുകയാണെങ്കിൽ A6 എന്നുള്ളത് ഹെഡർ റോയി മാറും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്ത് അവിടെ ഒരു റോ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഒരു ഗ്രേ കളറിൽ ഒരു റോ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ഫിൽറ്റർ ചെയ്യുമ്പോൾ അത് ഹെഡർ റോ ആയിട്ട് അവിടെ മാറും. ഓക്കെ, അതിനുശേഷം ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം A6 നമ്മളിവിടെ കൊടുക്കുന്നെങ്കിൽ ഹെഡർ റോ A6 മാറും. A6 മാറുമ്പോൾ ഇവിടെ ഹെഡർ ഫിൽറ്ററിൽ ഡിഫറെൻറ്റ് ടെക്സ്റ്റായി മാറും അവിടെ. അത് അവോയ്ഡ് ചെയ്യാനാണ് A5 എന്നുള്ളത് അവിടെ റോസ് ആയിട്ട് ഒരു എക്സ്ട്രാ റോസ് കൊടുത്തിട്ടുള്ളത്. സെലക്ഷൻ ഡോട്ട് ഓട്ടോ ഫിൽറ്റർ, നമ്മളെന്താണോ ഇവിടെ ഫസ്റ്റ് ഓട്ടോ ഫിൽറ്റർ ചെയ്യുന്നത് അത് ഓട്ടോ ഫിൽറ്റർ ചെയ്യുന്നത് ഡോട്ട് റേഞ്ച് A5 to Z എന്നുള്ള കോളം പ്ലസ് LS എന്നുള്ള റോ ആണ് ഇവിടെ ഓട്ടോ ഫിൽറ്റർ ചെയ്യുന്നത്. അതിനുശേഷം ഇഫ് SU നോട്ട് ഈക്വൽ ടു എംറ്റി, SU എന്ന് ഉദ്ദേശിക്കുന്നത് സപ്ലയർ കോളത്തിൽ നിന്ന്, അതായത് G4 എൻ്റർ ചെയ്യുന്നത് SU പോകുന്നു. SU നോട്ട് എംറ്റി അല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഫീൽഡ് 7 എന്ന് ഉദ്ദേശിക്കുന്നത് ഏഴാമത്തെ കോളം നമ്മളിവിടെ സപ്ലയറാണ്, ഇവിടെ ഏഴാമത്തെ കോളം കണ്ടോ, ഇവിടെ നോക്ക് G എന്നുള്ളത് 7. ഓക്കെ, അപ്പം അത് ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് ക്രൈറ്റീരിയ ഇസ് ഈക്വൽ ടു SU വേരിയബിളിൽ എന്താണോ ഉള്ളത് അതാണ് അവിടെ ഫിൽറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോട്ട് ഓട്ടോ ഫിൽറ്റർ ഫീൽഡ് 2 ഉദ്ദേശിക്കുന്നത് ഷിപ്മെൻറ്റ് മോഡ് എന്നുള്ള കോളം, ക്രൈറ്റീരിയ SH മോഡ് വേരിയബിളിലുള്ളതാണ് അവിടെ ഫിൽറ്റർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം വേണ്ടത് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കുന്നത് ഇവിടെ കണ്ട ക്രൈറ്റീരിയ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു STDT. നമ്മൾ ആ Q4 എന്നുള്ള സെല്ലിൽ കൊടുത്തത് ഗ്രേറ്റർ ദാൻ, അതായത് അതാണ് STDT സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും XL AND. ഇത് രണ്ടിനും ഇടയിലുള്ളത് എന്താണോ അതാണെന്ത് നമ്മൾ അവിടെ ഫിൽറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആൻഡ് എന്നുള്ള ഒരു എക്സ്ട്രാ ഒരു ഓപ്പറേറ്റർ നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരുന്നു. ഇനി നമുക്ക് അടുത്ത രണ്ടും എൻഡ് വിത്ത് കൊടുത്ത ശേഷം അടുത്തതിലേക്ക് വരാം. അടുത്തത് CLE എന്നുള്ളൊരു മാക്രോ ആണ് വിത്ത് ഷീറ്റ് 1 സെയിം. ഓട്ടോ ഫിൽറ്റർ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഫോൾസ് ചെയ്ത് ഓട്ടോ ഫിൽറ്റർ അവിടെ ക്ലോസ് ആയി. അതിനുശേഷം ഓട്ടോ ഫിൽറ്റർ ഫിൽറ്റർ ചെയ്യാത്ത സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, B4-ൻ്റെതും G4-ൻ്റെതും Q4-ൻ്റെതും R4-ൻ്റെതും വാല്യൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഡ് ഷിപ്മെൻറ്റ് മോഡ്, സപ്ലയർ, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, ഇത്രയാണ് ഡീഫോൾട്ടായിട്ട് അവിടെ ഉണ്ടായത്. അപ്പം എന്ത് ചെയ്യണം, നമ്മളവിടെ പോയിട്ട് സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതെന്ത് ചെയ്യണം, ഒന്ന് റൺ ചെയ്യിക്കണം. ഓക്കെ, എൻഡ് വിത്ത് ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് റൺ ചെയ്യിക്കാം. ഓക്കെ, റൺ ചെയ്യിക്കാൻ നമുക്കൊരു രണ്ട് ബട്ടൺ ഇവിടെ വെക്കാം, ഒന്ന് ഫിൽറ്റർ ചെയ്യാനും ഒന്ന് ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ചെയ്യാനും. അതിന് ഇൻസേർട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയി ഷേപ്സ് എടുക്കാം. ഷേപ്സ് എടുത്തിട്ട് ഇവിടുന്ന് 2 ബട്ടൺ ഡ്രോ ചെയ്യാം. ഒന്ന് ഈ ബട്ടൺ, ഒരു ബട്ടന്, അതിലൊരു ടെക്സ്റ്റ് കൊടുക്കാം. നമുക്കൊരു ഫിൽറ്റർ ഡാറ്റ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അവിടെ അപ്ഡേറ്റ് ആണെങ്കിൽ അപ്ഡേറ്റ്, എന്താണ് ഇഷ്ടമുള്ള അവിടെ കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനവിടെ ഫിൽറ്റർ ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ബട്ടണും കൂടി നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാം. ഇത് ക്ലിയർ ഡാറ്റ എന്നുള്ള ബട്ടണാണ്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ മാക്രോ ഇതിൽ അസൈൻ ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അസൈൻ മാക്രോ. ഓക്കെ, അതൊന്ന് ഓക്കെ കൊടുത്ത് രണ്ടാമത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അസൈൻ മാക്രോ കൊടുത്ത്
അതും ഓക്കെ കൊടുത്ത് ഇനി എന്ത് ചെയ്യുക, ഒന്ന് റൺ ചെയ്യിക്കാം. നമുക്ക് ഒരു സപ്ലയറെ കൊടുക്കാം. ആദ്യം ഫസ്റ്റത്തെ സപ്ലയറെ കൊടുത്ത് അവിടെ ഇൻഗ്രാം ഷിപ്മെൻറ്റ് മെത്തേഡ് കൊടുത്ത്, ഇത് ഞാൻ കൊടുക്കുന്നത് കൊറിയർ മോഡാണ്. ഇനി നമ്മൾക്ക് കൊടുക്കേണ്ട 2 ഡേറ്റിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്യുന്നത്. അത് കൊടുത്തു, ഫസ്റ്റ് ഡേറ്റ് ആൻഡ് സെക്കൻഡ് ഡേറ്റ്, Q4 and R4. So between these 2 dates will filter. അത് നമുക്കിവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. സി ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, കൊറിയർ ഷിപ്മെൻറ്റ് കിട്ടി. സപ്ലയർ എന്താണോ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ കൊടുത്തത് ആ സപ്ലയർ 2 ഡേറ്റിൻ്റെ ഇടയിലുള്ള ഫിൽട്ടർ ചെയ്ത് വന്നു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, അതൊന്ന് ക്ലിയർ ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ക്ലിയർ എന്നുള്ള മാക്രോ അവിടെ വർക്ക് ചെയ്ത്. അടുത്തത് നമുക്ക് കൊടുക്കാം ഒരു MSI എന്നുള്ള ഒരു സപ്ലയറെ ഇവിടെ എൻ്റർ ചെയ്യാം. അത് ഫിൽട്ടർ ചെയ്യാം. മോഡ് C എന്നുള്ള മോഡ്. ഓക്കെ, ഇനി ഒരു ഷിപ്മെൻറ്റ് ഡേറ്റും കൊടുക്കുക ഇവിടെ. ഇനി എന്ത് ചെയ്യുക, ഫിൽട്ടർ ഡാറ്റ. അപ്പം MSI ഫിൽട്ടറായി C മോഡിൽ 2 ഡേറ്റിൻ്റെ ഇടയിൽ. ഓക്കെ, നിങ്ങളെ എക്സാമ്പിൾ ട്രൈ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം ബേസിക് അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പം എന്തെങ്കിലും സംശയം ഉണ്ടാവും. അല്ല വേറെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ടൈം.